ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ബലമില്ലായ്മയുടെ ബത്സയിദ കുളക്കടവിൽ നീ തളർന്നിരിക്കുമ്പോൾ നിന്നെ ഉയർത്താനായി കടന്നു വരുന്നവനാണ് നിൻ്റെ തമ്പുരാൻ. 18 വർഷക്കാലം ഒരു വ്യക്തി തന്നെ കുളത്തിലെ വെള്ളമിളകുമ്പോൾ ഇറക്കാൻ ആരുമില്ലെന്ന പരാതിയുമായി കടന്നു പോയി. എന്നാൽ ഒരു ദിവസം ഒരു ആരവം കേട്ടപ്പോൾ അവൻ അന്വേഷിക്കുകയാണ്, ആരാണ് അതിലെ കടന്നു പോകുന്നത്. യേശു തമ്പുരാനാണ് കടന്നു പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. അവൻ്റെ ഹൃദയം തകർന്നുള്ള ആ വിളിയിൽ യേശു തമ്പുരാൻ അവിടെ നിൽക്കുകയാണ്. അവനെ സൗഖ്യം നൽകിക്കൊണ്ട് യേശു കടന്നു പോവുകയാണ്. ഇതേപോലെ നമുക്ക് വേണ്ടതിനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്. മറ്റൊരിക്കൽ ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്, ഒരു വ്യക്തി വന്ന് പാതിരാത്രിയിൽ ഒരു വീടിൻ്റെ കതകിനിട്ട് വന്ന് മുട്ടുന്നത്. അപ്പോൾ അകത്തു നിന്ന് മറുപടി ഉണ്ടായി, എനിക്കിപ്പോൾ എണീറ്റ് വരാൻ സാധിക്കില്ല, ഞാൻ എൻ്റെ മക്കളോടുകൂടി കിടക്കയിലാണ്, നീ പോയിക്കൊള്ളുക എന്ന്. എന്നാൽ ആ മനുഷ്യൻ പോകാൻ റെഡിയില്ലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും കതകിന് മുട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ശല്യം സഹിക്കവയ്യാതെ എഴുന്നേറ്റ് വരികയും അവൻ്റെ ആവശ്യം നിവർത്തി കൊടുക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇതാണ് മുട്ടി തുറക്കുന്ന ഒരു ഈ പ്രതീതി ബൈബിളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഈ ലോകം, നമുക്ക് വേണ്ടതെല്ലാം ഈ ലോകത്തുണ്ട്. അതെങ്ങനെ ചോദിച്ച് വാങ്ങണമെന്ന് മാത്രം നമുക്കറിയില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒരിക്കൽ ഒരു തിരക്കേറിയ ഹോട്ടലിൽ 2 വ്യക്തികൾ വിശപ്പടക്കാനായി കടന്നു ചെല്ലുകയാണ്. ഒത്തിരി തിരക്കാണ്. എങ്കിലും ഒരുവൻ കൈ കഴുകി ഒരു ടേബിളിൽ സ്ഥാനം പിടിച്ചു. മറ്റൊരുവനാകട്ടെ ഈ തിരക്കിനിടയിലും വെയിറ്റർ എന്ന് വിളിച്ചു. ആ ബഹളത്തിനിടയിലും വെയിറ്റർ ആ വിളി കേട്ട സ്ഥലത്തേക്ക് നോക്കുകയും അവൻ്റെ ഓർഡർ എടുത്തുകൊണ്ട് പോവുകയും അവൻ ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ മറ്റവനാവട്ടെ വെയിറ്റർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ആദ്യത്തെ അവൻ ഫുഡ് കഴിച്ചു പോയിട്ടും രണ്ടാമത്തെ ആൾക്ക് ഒന്നും കിട്ടിയില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് നാം ചോദിച്ച് വാങ്ങാൻ പഠിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. നമുക്കത് കണ്ടെത്തണം. നമുക്കത് ചോദിച്ച് വാങ്ങാൻ പഠിക്കണം. നമുക്കത് മുട്ടി തുറക്കാൻ പഠിക്കണം.